ഇത് വാണിയമ്പലം പൂത്രക്കോവ് മുത്തേടത്ത് മനയിലെ നങ്ങേലി മുത്തശ്ശി. മുത്തശ്ശിയുടെ കൂടെ മകൻ നീലകണ്ഠൻ. സ്വാതന്ത്ര്യദിന കാലത്തെ ഓർമ്മകളും അനുഭവങ്ങളും നമ്മളുമായി പങ്കുവെക്കാൻ എത്തിയിരിക്കുകയാണ് നങ്ങേലി മുത്തശ്ശി. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി ഇല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ നെഹ്റു വന്നിട്ടാണ് ആ സ്വാതന്ത്ര്യം. അതെ അതെ. മഞ്ചേരി വന്നിട്ട് ഞാൻ ഏട്ടനും വലിയേട്ടൻ കുഞ്ഞേട്ടന്റെ വലിയേട്ടൻ ആ ഞാൻ ഇന്നത്ത് വന്ന ഉടനെയാണ് അറിയാം. ആ വലിയേട്ടനും ഞാനും കൂടി ആരാ വലിയേട്ടൻ? ചെറിയമ്മ പോരുന്നോന്ന് ചോദിച്ചു. പോരാൻ ആരുണ്ടെങ്കിൽ ഞാൻ പോരുന്നുണ്ട്. ആ അങ്ങനെ കാണാൻ പോയതാണ്. ആ കോളേജ് കുന്നിന്റെ മുകളിലായിരിക്കും. ഇപ്പോഴത്തെ കോളേജിന്റെ കുന്നിന്റെ മോള് മുകളിൽ നെഹ്റു അതിന്റെ കുറച്ച് കഴിയപ്പോഴത്തായിട്ട് ഞങ്ങളൊക്കെ ആൾക്കാർ കാണായിരുന്നു. ആ അപ്പൊ നെഹ്റുവിനെ കണ്ടുവോ? ഏ? നെഹ്റുവിനെ കണ്ടുവോ? നെഹ്റുവിനെ കണ്ടു. ആ നെഹ്റുവിനെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? നമുക്ക് പറയാൻ പറ്റില്ല. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നെഹ്റുവിനെ കണ്ടു. അടുത്ത് കണ്ടോ? തൊപ്പിയൊക്കെ വെച്ചിട്ട് തലയിൽ വെള്ള തൊപ്പി വെച്ചിട്ട് അതിന്റെ ചവിട്ടില് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. കുപ്പായത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല പൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നല്ല വെളുത്ത തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ട്. ആ അത് ശരി. വട്ടത്തിലുള്ള തൊപ്പി, ആ വെളുത്ത തൊപ്പി തലയ്ക്ക് പോണ വഴിയിലാണ് അത്. കൈതക്കലക്ക് ആ അത് ആ അതായത് ഇപ്പോഴത്തെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഇൻഡസ്ട്രിയൽ റോഡ് ഉണ്ടല്ലോ, ആ വഴിയിൽ കൂടെ പോകുന്ന കാര്യം അവിടെയാണ് പറയുന്നത്. അതിന്റെ അടുത്ത് അന്ന് കോളേജ് അവിടെ ആയിരിക്കും, അതാവും പറയാൻ കാരണം. അരുകിഴായ അമ്പലത്തിന്റെ അടുത്ത്. അരുതായപ്പടിന്നാണ് അവർക്ക് പറയുക. ആ അമ്മയ്ക്ക് എന്താ അപ്പൊ ഉണ്ടായ ഒരു തോന്നൽ എന്തായിരുന്നു? ഞാൻ ഉയരമില്ല. ഞാൻ അല്ല എന്തായിരുന്നു ആ സമയത്ത് ഒരു തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഫോട്ടോ കണ്ടായിരുന്നു. ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഉവ്വ്. ഏട്ടൻ ഫോട്ടോ എടുത്ത് ഏട്ടൻ കൊണ്ടുപോകും. ആര്? ആദ്യം തന്നെ പറ്റും. ആരെ ഏട്ടൻ? ഫോട്ടോ എടുക്കാൻ പറ്റണ്ടേ? വലിയേട്ടനാണോ ചെറിയേട്ടനാണോ? അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞിട്ട് ഒരു വെച്ചാൽ താഴത്തെ. ആ അതില്ലല്ലോ ഇപ്പൊ. പിന്നെ മറ്റേ രാജീവ് ഗാന്ധി പവിത്രത്തിൽ രാജീവ് ഗാന്ധിന്റെ അമ്മ ഇന്ദിരാഗാന്ധിയോ? അല്ല ഇപ്പൊ ആ സമയത്ത് കുറെ വീടുകളിൽ പോയിട്ട് അവര് ആക്രമിക്കുക, ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കള്ളന്മാരെ ആൾക്കാർ വരിക, പിടിച്ചു കൊണ്ടുപോകൊക്കെ ചെയ്തിട്ടുണ്ടോ? നെഹ്റു ആയിട്ടാണ് അതൊക്കെ നിൽക്കുന്നത്. അതെ ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ടേ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോവുക, സ്ത്രീകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതെ ആൾക്കാരെ എടുത്തു കൊണ്ടുപോകും, ധാരാളം ഉണ്ടായിട്ടുണ്ട്. എവിടെ? ചെറുന്നൂര് എന്ന സ്ഥലത്തോ? മുത്തശ്ശനോ? മുത്തശ്ശന്റെ അമ്മ. ആ മുത്തശ്ശന്റെ അമ്മക്ക് ഒട്ടും വയ്യാണ്ടായിട്ടാണ് മരിച്ചത്. അമ്മ ചെന്നതിന് ശേഷമാണ് മരിച്ചത്. അമ്മ അച്ഛന്റെ പേടി കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അത് ശരി. അതാ ആ മുത്തശ്ശി കുറേശ്ശെ അമ്മക്ക് തോന്നുന്നുണ്ടായിരുന്നു. അമ്മ അപ്പൊ ആ മുത്തശ്ശിക്ക് എത്ര ആയിട്ടുണ്ടാവും? മുത്തശ്ശൻ എത്ര പ്രായമായിട്ടുണ്ടാവും? മുത്തശ്ശന്റെ അമ്മ വയസ്സായി കൊറേ പ്രായമായിട്ടുണ്ടാവും അല്ലേ? നല്ലോണം ഇരുന്ന് ഇറങ്ങലായി തന്നെയൊന്നും വയ്യാതെ. അങ്ങനെയായിട്ടാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അവിടെ അമ്മയുടെ അവിടെ അമ്മത്ത് ആരും ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പക്ഷെ ചുറ്റുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ പേരിയാണ് കട്ടൈ മുറിയിലൊക്കെ ഇറങ്ങിയിരുന്നത്. അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വയ്യാണ്ട് മുത്തശ്ശി വലിയ വീടാകുമ്പോ നേർന്ന മുറി തോന്നി. ആ മുറിയിലായിരുന്നു മുത്തശ്ശി ഇരുന്നിരുന്നത്. അപ്പൊ കള്ളന്മാര് കയറി വന്നിട്ട് മുത്തശ്ശി പേടിച്ചിട്ട് ആരൊക്കെ കണ്ണും കാണില്ല. അപ്പൊ ആ തള്ളയിനൊന്നും കാട്ടരുതെന്ന് പറയാത്തവര് മുത്തശ്ശി കുട്ടിയത്തോട് ചെറിയ കുട്ടിയാ. അമ്മ കുട്ടിയത്തോട് അച്ചോടയും കൊണ്ട് കാട്ടിയക്കരക്ക് നാട്ടപ്രാന്താണെന്ന് തന്നെ പോയത്. മുത്തശ്ശി അമ്മയും കൂടിയായിട്ട് പോയി. മുത്തശ്ശി തന്നെ അവിടെ രാത്രിയിലാണോ? അതൊക്കെ രാത്രിയാണോ? അതൊക്കെ ഞാൻ കുറെ ചെറിയ കുട്ടിയാണ്. അതെ അന്ന് ഇതൊക്കെ രാത്രിയിലാണോ നടക്കുന്നത് അതോ പകലോ? പകലാണ്. അല്ല രാത്രിയിലാണ്. സന്ധ്യ സമയത്താണ് വരിക. അച്ഛൻ എന്നിട്ട് അൽപ്രമിച്ചിട്ട് പോയതാ.
ഓർമ്മയില്ല ഞാനൊക്കെ അന്ന് കുട്ടിയാണ്. പറയുന്ന കേട്ട കഥ കേട്ടതേ വിളിച്ചൊന്നും നിശ്ചയില്ല. പക്ഷെ ഈ കുറച്ച് വരുമ്പോ പട്ടാളത്തിനെ കണ്ടത് ഓർമ്മ. പട്ടാളക്കാരെ കണ്ടത് ഓർമ്മയുണ്ട്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് അല്ലേ? ഏ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട്. അത് കിട്ടിയതിന് ശേഷം ആൾക്കാർക്കൊന്നും അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കണോ വീടുകളിൽ പേടിച്ചിട്ടൊന്നിനും വയ്യാണ്ട് പുറത്തേക്ക് വരാതിരിക്കുക? പുറത്തിറങ്ങാൻ വയ്യ. ലഹറി വന്നു എന്തൊക്കെയോ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സ്വാതന്ത്ര്യമായത്. അതെ. ആ അന്ന് മുതൽക്ക് വലിയ വിഷമൊന്നുമില്ലാതെ ഈ അന്ന് വലിയ കോളാമ്പി പോലെ എന്തോ ഒരു സാധനം. അതെന്താ അത്? അത് കണ്ടു തോന്നുന്നുണ്ട്. അത് ഒരു മരത്തുമ്മൽ കെട്ടി തൂക്കിയിട്ട് എന്നിട്ട് അതിൽ കൂടി ശബ്ദം വരും. ഈ കോളേജിന്റെ മേത്തേക്ക് പിന്നെ കയറി കെട്ടി അവിടെ നിന്നിട്ടാണ് പ്രസംഗം. അപ്പൊ അത് നമ്മൾ അപ്പോഴാണ് നമ്മൾ കേൾക്കുക. താഴത്തൊക്കെ നിൽക്കണവർക്ക് കസറായിട്ട് അതാണ് അത് പറഞ്ഞത്. പ്രായം നല്ലോണം വന്ന് ചെറിയ കുട്ടികളെയൊക്കെ പിടിച്ചു വിട്ട് ഉമ്മച്ച് പോയി. മുമ്പായിട്ടേ അമ്മ എങ്ങനെ പഠിച്ചതൊക്കെ? അന്ന് പഠിച്ചതൊക്കെ മാസത്തെ വെച്ചിട്ട് മാസന്മാരും അവനവൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് പഠിപ്പിക്കാം. അല്ല അന്ന് ഗുരുകുലം അങ്ങനെ എന്ത് സമ്പ്രദായം ഉണ്ടായിരുന്നോ? നമ്മള് മാഷന്മാരോടെ വരിക അല്ലെങ്കിൽ അങ്ങോട്ട് പോവേ? ഞാൻ സ്കൂളൊക്കെ തുടങ്ങിയില്ലേ ഞാൻ മുട്ടിയപ്പോഴേ അമ്മാത്തേട്ടനൊക്കെ സ്കൂളിൽ പോയി പഠിച്ചു. അന്ന് സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ മുമ്പൊക്കെ മാഷന്മാരെ വെച്ച് പഠിപ്പിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? കൈ ഓലയിലാണ് എഴുതിക്കുക. നാരായം കൊണ്ട് അല്ലേ? നാരായം കൊണ്ട് എഴുത്താണി വെച്ചിട്ട്. മിക്കത് അരിയിലെഴുതിട്ട് ഗണപതി എഴുതിയത് ഓലയിലാണ്. അതെ. എവിടെയാ പഠിച്ചത് ഓർമ്മയുണ്ടോ? എവിടെയാ പഠിച്ചത് ഓർമ്മ? പട്ടിലകത്ത്. പത്തായപ്പുരയില്. പട്ടിലകം. അതായത് ഇപ്പോഴത്തെ സ്കൂളല്ല. അവര് തറവാട്ടില് ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിൽ, ആ വീട്ടിലാണ്. അവിടെ ആ പട്ടിലകം എന്നാണ് ആ സ്ഥലത്ത്. പഴയ തറവാടാണ്. അവിടെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. മണല് കയ്യൊപ്പിച്ചാണ് പഠിപ്പിച്ചത്. മണല്? അതെങ്ങനെയാ എഴുതാ? ഏത് വിരലുകൊണ്ട് എഴുതാ? ഏത് വിരലാ? ഏത് വിരലുകൊണ്ട് എഴുതാ? ഈ വിരലുകൊണ്ടാണ് എഴുതിയത്? ഈ വിരലാണ് ആദ്യം എഴുതിക്കും. പിന്നെ ഈ വിരൽ. എന്താ ആദ്യം എഴുതിയത്? ആദ്യം ഏതക്ഷരം എഴുതിയ? ആദ്യം ഹരീന്ന് എഴുതി. ഹരീന്ന് എഴുതി. അത് പഠിച്ചോളായിട്ട് എഴുതിക്കും. അത് കഴിഞ്ഞാൽ ശ്രീന്ന് പഠിപ്പിക്കും. ഓരോ അക്ഷരമായിട്ട് വരെ. അപ്പൊ എത്ര ഓരോ അക്ഷരം ഓരോ ദിവസം പഠിച്ചാല്. എത്ര വർഷം പഠിച്ചു അവന്? എത്ര കാലം പഠിച്ചു? ഞാൻ അധികം പഠിച്ചില്ല. 2-3 മാസം കൊണ്ടൊക്കെ പഠിച്ചു. അതെ. എത്ര വരെ പഠിച്ചു? ഞാൻ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇല്ല, എന്നാലും 10ാം ക്ലാസ് പുസ്തകം വായിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ പുസ്തകം വായിച്ചു. പഠിച്ചതൊന്നും ചോദിക്കണ്ട. വായിക്കും. അതിന് 10-15 വയസ്സായപ്പോഴേക്കും അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല. അല്ല അവിടെ ഇരുന്ന് പഠിച്ചില്ലേ? കൊച്ചി മാഷ് സ്കൂളിൽ കൊച്ചി മാഷാണ് എന്നെ പഠിപ്പിച്ചത്. അവരോട് രണ്ടുപേര് വേലയപ്പുറത്തെ സ്കൂളിലേക്ക് മാറ്റം വന്നിട്ട് ഇല്ലത്തായിരുന്നു താമസിച്ചത്. അതാണ് വായിക്കാനും. അല്ല അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുവോ? അടുത്തുള്ള കുട്ടികളൊക്കെ വരുവോ? അച്ഛനൊക്കെ നടക്കാനല്ലോ. അത്ര കാണാനില്ല. അല്ല പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് പഠിക്കാൻ വരുമായിരുന്നോ? ധാരാളം കുട്ടികളുടെ ഇതൊക്കെ ഞങ്ങളൊക്കെ ആരും ഇപ്പൊ ഒരാളില്ല. ആരുമില്ലാതെ ഞാൻ മാത്രം പഠിച്ചില്ല. എല്ലാരും പോയി. അന്ന് ഇംഗ്ലീഷൊക്കെ പഠിച്ചിരുന്നോ? ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് എഴുതാൻ പഠിച്ചത്. ഇംഗ്ലീഷ് അക്ഷരം എഴുതാൻ പഠിച്ചു. നിർത്തി. അതെ. പോവാൻ പാടില്ലേ? മാഷന്മാരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല. അന്നൊന്നും പാടില്ലല്ലോ. ഇല്ല. അന്ന് ഫസ്റ്റ് ഫോറോ അങ്ങനെയൊക്കെ അല്ലേ പറയാ? 1ാം ക്ലാസ് ഒന്നല്ലോ ഫസ്റ്റ് ഫോറോ. ചടങ്ങിയ പിന്നെ അതൊന്നും പോകാൻ വയ്യ. പഠിക്കാനും വയ്യ. പിന്നെ പഠിച്ചിട്ടില്ല. അതിന്റെ പഠിപ്പ്. അന്ന് പുസ്തകം ഉണ്ടോ? 10 വയസ്സായപ്പോഴേക്കൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ച. അല്ല പുസ്തകം കയ്യിലുണ്ടായിരുന്നോ? പുസ്തകം പിന്നെ മുത്തച്ഛനവിടെ പാടി തുറന്നിട്ട് അവിടെ വായിക്കും. ഭാഗവതമൊക്കെ വായിക്കും. ഭാഗവതം മാഷ് വായിക്കാൻ പഠിപ്പിച്ചു. അന്ന് ഭാഗവതൊക്കെയാണ് പഠിപ്പിക്കുക. 10-15 വയസ്സായിട്ടാണ് ഞാൻ വലുതായിട്ട്. സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പായിട്ടേ പട്ടാളക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ബ്രിട്ടീഷുകാരെ ആൾക്കാരൊക്കെ. അത് നമ്മുടെ ആൾക്കാർക്ക് ആരെങ്കിലും അവര് കൊണ്ടുപോവേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല.
അല്ല അതൊന്നും ഉണ്ടായിന്ന് കേട്ടിട്ടില്ല. പലരും നമുക്ക് അവര് നമ്മളതൊക്കെ ആക്കിയത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേടിപ്പിച്ചിട്ടുണ്ട്. ആ ശരിക്കും നടക്കാൻ ഞാൻ ശരിക്കും നടക്കാൻ അല്ലാതെ ആരെയും കൊല്ലുക അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഉപദ്രവിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇല്ല.